പൊതുവെ ഇറച്ചിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, പക്ഷേ ഇത് പരത്തി കോഴിക്ക് ഒന്നും വേണ്ടാത്ത ഒരു ഇറച്ചിപ്പത്തിരിയാണ്. ഇനി ഇതിലാറ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പത്തിരി നിങ്ങൾക്ക് കാണാനേ കിട്ടൂല. പിന്നെ എന്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇറച്ചിപ്പത്തിരി. അത് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല, നാട്ടുകാർക്ക് കൊടുക്കാൻ. എവിടെയെങ്കിലും ആരെങ്കിലും വയറ് കാണാൻ പോകുമ്പോൾ, അതേപോലെ ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ ഇറച്ചിപ്പത്തിരി നമുക്കൊന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് കൊണ്ടുപോകുമ്പോൾ ഓരോ കൂടെ പോകണം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ അവരെ കാല് പിടിക്കണം. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചപ്പോൾ മനസ്സിലായി ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു മൂഡ് വരണമെന്ന്. അല്ല അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദ, ഒരു മുട്ട, കുറച്ച് വെള്ളം, പിന്നെ ഉപ്പിട്ട് നല്ല മിക്സ് ചെയ്യും. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കുക. ഇതേപോലെ ചെയ്ത് നല്ല കട്ടില്ലാത്ത അപ്പായിട്ട് കിട്ടും. എന്നിട്ട് വേറെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട, കുറച്ച് പാല്, പിന്നെ പെപ്പർ, സാൾട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യും. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നമ്മൾ ഈ ചെയ്ത് വെച്ച മിക്സിയല്ലേ അതിലേക്ക് ഈ അപ്പം നല്ലോണം മുക്കും. എന്നിട്ട് ഈ കടായിലേക്ക് വെച്ചു കൊടുക്കുക. പിന്നെ ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കുക നമ്മൾ സമൂസക്കൊക്കെ മസാല ഉണ്ടാക്കൂലേ, അതേപോലെ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സെയിം സംഭവം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പം മടങ്ങാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് എല്ലാം വെച്ചതിന് ശേഷം ബാക്കി വന്ന മുട്ടന്റെ മിക്സ്ചർ ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് അടച്ചിട്ട് സ്റ്റൗമിൽ വെച്ച് കൊടുക്കുക. ഒരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പത്തിരി കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.